2014 കാലഘട്ടം മുതൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്നത് പ്രതിരോധ രംഗത്തെ വികസനത്തിന് വേണ്ടിയാണ്. വിവിധ സൈനിക ഏജൻസികൾ, പാരാമിലിറ്ററി സർവീസുകൾ, അതുപോലെ തന്നെ സൈന്യത്തിന്റെ 3 സേനകളുടെയും വികസനം, അത്യാധുനിക ആയുധങ്ങൾ, അത്യാധുനിക യുദ്ധ സന്നാഹങ്ങൾ, സംവിധാനങ്ങൾ, അതുപോലെ പുതിയ പ്രതിരോധ പദ്ധതികൾ, അന്യരാജ്യങ്ങളിൽ പോലും പ്രതിരോധ സംവിധാനങ്ങളും പ്രതിരോധ നിലയങ്ങളും ഇന്ത്യ തീർത്തുവരുന്നു. തീർച്ചയായിട്ടും ഒരു ആഗോളതലത്തിൽ അല്ലെങ്കിൽ ലോകോത്തര തലത്തിലുള്ള ഏറ്റവും ശക്തമായ സൈനിക വ്യൂഹമായി, മിലിറ്ററി സേനകളായി ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു. നാലുപാടിൽ നിന്നും പലതരത്തിലുള്ള ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ട്. പാകിസ്ഥാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങൾ ഇപ്പോഴും പല രീതിയിൽ ഇന്ത്യയെ ആക്രമിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ടും നേരത്തെ ഉണ്ടായിരുന്നു. പിന്നീട് ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മറ്റ് ചർച്ചകളോ നടപടികളോ ഉണ്ടായില്ല. എന്നാൽ പോലും ഇന്ത്യ കൂടുതൽ ശക്തി കേന്ദ്രീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക്, പ്രത്യേകിച്ചും അതിർത്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ തീവ്രവാദ നുഴഞ്ഞുകയറ്റം പോലുള്ള സംഭവങ്ങൾ ഇപ്പോഴും നടക്കുന്നു. പഹൽഗാം ആക്രമണമൊന്നും നമ്മൾ മറന്നിട്ടുമില്ല. 20,000 കോടി രൂപയുടെ ഡ്രോൺ പദ്ധതിയുമായി ഇന്ത്യ രംഗത്ത് വരുന്നു എന്നുള്ള വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത്. ഡ്രോൺ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കുക, ആധുനിക സാങ്കേതിക AI സംവിധാനത്തിലൂടെ പ്രതിരോധ രംഗത്ത് കൂടുതൽ ശക്തമായി നിലകൊള്ളുക തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഡ്രോൺ സംവിധാനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. 20,000 കോടി രൂപ മുടക്കി സൈനിക ഡ്രോണുകൾ വാങ്ങാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്ന സൂചനയാണ്. രാജ്യത്തെ സൈനിക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും തുക ഡ്രോണുകൾക്കായി നീക്കിവെക്കുന്നത്. അടിയന്തര ആവശ്യം പരിഗണിച്ച് 1.5 വർഷത്തിനുള്ളിൽ ഡ്രോണുകൾ ലഭ്യമാക്കി തുടങ്ങാൻ വിവിധ ഏജൻസികളോടും കമ്പനികളോടും ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 24 മാസത്തിനകം വിതരണം പൂർത്തിയാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിരീക്ഷണം, ചരക്ക് നീക്കം, ആക്രമണ ശേഷിയുള്ള ഡ്രോണുകൾ, കൃത്യതയാർന്ന പ്രഹരശേഷിയുള്ള സംവിധാനങ്ങൾ എന്നിവയുടെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്ന പദ്ധതിയാണ് ഇത്. രാജ്യത്തെ ഡ്രോൺ നിർമ്മാണ മേഖല വൻ കുതിപ്പിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. വൻ കമ്പനികൾ മുതൽ സ്റ്റാർട്ടപ്പുകൾ വരെ പദ്ധതിയുടെ പ്രധാന ഭാഗമാകും. അദാനി ഗ്രൂപ്പ്, ലാർസൻ ആൻഡ് ടൂബ്രോ, ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് തുടങ്ങിയ ഏറ്റവും പ്രമുഖരായ കമ്പനികളാണ് ആദ്യഘട്ടത്തിൽ ഇന്ത്യക്കായി ഡ്രോൺ നിർമ്മിച്ചു നൽകുക. ഐഡിയ ഫോർജ്, ന്യൂസ് പേപ്പർ റിസർച്ച്, ആസ്റ്റീരിയ എയറോസ്പേസ് തുടങ്ങിയ സ്റ്റാർട്ടപ്പുകളും ഡ്രോൺ നിർമ്മിച്ചു നൽകും. നിരീക്ഷണം, ചരക്ക് നീക്കം, സ്ഫോടക വസ്തുക്കൾ വഹിക്കുന്ന ഡ്രോണുകൾ, കൃത്യതയാർന്ന ആക്രമണ സംവിധാനങ്ങൾ, നിർണായക ഘടകഭാഗങ്ങളുടെ നിർമ്മാണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇരിക്കുന്ന കമ്പനികൾക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കും. പ്രതിരോധ സംഭരണ നടപടിക്രമങ്ങൾ പരിഷ്കരിച്ചതിലൂടെ വർഷങ്ങൾ എടുത്തിരുന്ന നടപടികൾ മാസങ്ങൾക്കുള്ളിൽ തന്നെ പൂർത്തിയാക്കുക എന്നത് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ ശക്തമായ ചുവടുവയ്പായി കണക്കാക്കുന്നു. പരിശോധനാ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തുകയും സൈന്യത്തിന് ആവർത്തിച്ചുള്ള ഓർഡറുകൾ നൽകാൻ അനുവാദം നൽകുകയും ചെയ്തതിലൂടെ ഉൽപ്പന്നങ്ങൾ വേഗത്തിൽ മെച്ചപ്പെടുത്താൻ കമ്പനികൾക്കും ഇതിലൂടെ കഴിയുന്നു. കമ്പനികൾക്കുൾപ്പെടെ, സ്റ്റാർട്ടപ്പുകൾക്ക് ഉൾപ്പെടെ, പുതിയ സംരംഭങ്ങൾക്ക് ഉൾപ്പെടെ ഇന്ത്യൻ കമ്പനികൾക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും നൽകിക്കൊണ്ട്, അവർക്ക് പരിഗണന നൽകിക്കൊണ്ടാണ് ഇത്രയും 20,000 കോടി രൂപയുടെ ഡ്രോൺ സംവിധാനങ്ങൾ ഇന്ത്യ പരീക്ഷിക്കാനും വാങ്ങാനും ഒരുങ്ങുന്നത്. ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ ഏറ്റവും ശക്തമായ ഒരു നടപടിയായിട്ട് ഇതിനെ കണക്കാക്കുന്നു. ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഒരു സംഭവമാണ് ഇത്. അതായത് നാലുപാടും രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ, വിവിധ സംസ്ഥാനങ്ങളിൽ, അതിർത്തി പ്രദേശങ്ങളിൽ ഒക്കെ ഡ്രോണുകൾ ഇനി ചീറിപ്പായി. ഈ ഡ്രോണുകൾ കൃത്യമായി നിരീക്ഷിച്ച് കാര്യങ്ങൾ ഏകോപിപ്പിക്കും. വേണ്ടി വന്നാൽ ഒരു ആക്രമണത്തിന് പോലും തയ്യാറാകുന്ന തരത്തിൽ ആയുധ വാഹിനികളായ ഡ്രോണുകൾ പോലും ഈ കൂട്ടത്തിൽ ഉണ്ടാകും. നമ്മുടെ പ്രതിരോധ രംഗം കൂടുതൽ ശക്തമാകുന്നതിൻ്റെ കൂടുതൽ ദൃഷ്ടാന്തങ്ങൾ ഇതിലൂടെയൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്.